ഹലോ, അപ്പോൾ നമുക്കിന്നൊരു പുതിയ മാർക്കറ്റ് പരിചയപ്പെട്ടാലോ? കൊളാബ മാർക്കറ്റിലേക്കാണ് കേട്ടോ ഇന്ന് പോകുന്നത്. എയർപോർട്ടിൽ ഇങ്ങനെ ഡെയിലി കുറേ അറബികൾ വരും. എന്നിട്ട് അവർക്കൊക്കെ എക്സസ് ആയിരിക്കും. കുറേ സാധനങ്ങൾ കൊണ്ട് തല്ല് പിടിച്ച് മടുക്കും. അവരോട് എക്സസ് കുറയ്ക്കാൻ വേണ്ടി പറയും, അല്ലെങ്കിൽ പേ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് മടുക്കും. അന്നേരം ഞാനിങ്ങനെ ചുമ്മാ അവരോട് ചോദിക്കും, നിങ്ങൾ എവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നത്? അപ്പോൾ കൊലാബ പറയും. നല്ല രസമായിട്ട് അവരുടെ ഇംഗ്ലീഷ് കേൾക്കാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒന്ന് കൊളാബ വരെ ഒന്ന് പോയി നോക്കാം, എന്താ അവിടെ ഉള്ളതെന്ന് അറിയണമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ CST പോയി ഇറങ്ങി. മുംബൈയിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റെയിൽവേ സ്റ്റേഷനാട്ടോ CST. കാരണം അടിപൊളി, എന്ത് ഭംഗിയാണെന്നറിയാം അവിടെ കാണാൻ വേണ്ടിയിട്ട്. പുറത്ത് ലൈറ്റും രാത്രിയൊക്കെ വൈകുന്നേരം ആകുമ്പോൾ ലൈറ്റൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിരിക്കും കാണാൻ. ഭയങ്കര ഇഷ്ടം എനിക്ക് അവിടുത്തെ വ്യൂ. CST പോയിട്ട് ഞാൻ കുറേ വട്ടം തിരിഞ്ഞിട്ടോ. ഇനി ഏത് വഴിക്കാണ് പോവുക, എവിടേക്കാണ് പോവുക, എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയുമില്ല. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പം അവിടെ ഉണ്ട് കേട്ടോ മാർക്കറ്റ്. ഇവിടെയൊക്കെ ഞാൻ കണ്ടത് എല്ലാ റെയിൽവേ സ്റ്റേഷൻ്റെ അടിയിലോ അല്ലെങ്കിൽ പുറത്തുമായിട്ട് ഒരു മാർക്കറ്റ് ഉണ്ടാവും കേട്ടോ. അവിടെയൊക്കെ ഇങ്ങനെ ബാർഗെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഡബിൾ ഡെക്കർ ബസ് ഒരു ദിവസം എനിക്ക് പോകണമെന്നുണ്ട് കേട്ടോ. അതിൻ്റെ അത് ഞാൻ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഇത് CSTൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. അവിടെ നിന്ന് കൊളാബയിലേക്ക് ബസ് കയറി. 5 രൂപ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ടിക്കറ്റിന്. അങ്ങനെ ബസ്സിലൊക്കെ കയറി പോണ വഴിക്കൊക്കെ മാർക്കറ്റ് തന്നെയായിരുന്നു. അവസാനം സ്ഥലത്തെത്തി ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങി. ആദ്യം ഒരു റൗണ്ട് പോയിട്ട് വന്നിട്ട് പിന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാൻ ആദ്യത്തെ റൗണ്ട് ഇങ്ങനെ പോവുമായിരുന്നു കേട്ടോ. മാർക്കറ്റൊക്കെ ചുറ്റി കണ്ട് സാധനങ്ങളൊക്കെ വാങ്ങുമ്പോഴേക്കും എനിക്ക് വിശക്കാൻ വേണ്ടി തുടങ്ങി. എന്നെ കണ്ടാൽ പറയുമോ ഞാനിങ്ങനെ വിശക്കുന്ന ഒരാളാണെന്ന്. കുറച്ചേ കഴിക്കുമെങ്കിലും ഭയങ്കര വിശപ്പായി, ഇടയ്ക്കിടയ്ക്ക് വിശക്കും. അപ്പോൾ ഞാൻ ചെന്നാൽ പിന്നെ കേരള റെസ്റ്റോറൻറ്റിൽ പോയിട്ട് വല്ല ബിരിയാണിയും കഴിക്കാമെന്ന്. ബിരിയാണി അല്ലെങ്കിൽ പൊറോട്ട അതായിരുന്നു മനസ്സിൽ. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. അവിടെ നിന്ന് ഇറങ്ങി ഗൂഗിൾ മാപ്പിൽ പബ്ലിക് റെസ്റ്റോറൻറ്റ് അടിച്ചു കൊടുത്ത് അങ്ങനെ ഗൂഗിൾ അമ്മച്ചി ഞങ്ങൾക്കൊരു വഴി തന്നു. കറക്റ്റ് വഴി തന്നെ ഞങ്ങൾ എത്തിച്ച് ഹോട്ടലിലെത്തി. ഞാൻ ബിരിയാണി ആട്ടോ ഓർഡർ ചെയ്തത്. എനിക്ക് നല്ല വിശപ്പുള്ളതുകൊണ്ട് ഞാനത് ഫുള്ളും കഴിച്ചു. സാധാരണ ഫുള്ളൊന്നും കഴിക്കാത്ത ഒരാളാണ്, പക്ഷെ എനിക്ക് എന്താ അറിയില്ല, എന്നിൽ തന്നെ എനിക്കൊരു അഭിമാനം തോന്നിയൊരു നിമിഷമായിരുന്നു. ചിക്കൻ ബിരിയാണിയാണ്, അതിൻ്റെ അകത്ത് മുട്ടയും ഉണ്ടാവും, പിന്നെ ബീഫ് ബിരിയാണിയും. ഫുൾ ബിരിയാണി കഴിച്ചതിൻ്റെ ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് പിന്നെ എനിക്ക് എങ്ങനെയെങ്കിലും റൂമിലെത്തി ഒന്ന് കിടന്നാൽ മതിയെന്നായിപ്പോയി. ഞാൻ തളർന്നു പോയി, വല്ലാതെ തളർന്നു പോയൊരവസ്ഥയായി ഫുൾ ബിരിയാണി നിന്നിട്ട്. അങ്ങനെ ഞാൻ പോവുകയാണ്. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും.
അപ്പോൾ ബൈ ബൈ, സീ യു, ലവ് യു, ബൈ.